സ്പെഷ്യൽ റെസ്പോൺസ് ഇന്ന് കേരളം വിട്ട് പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. 200-ലധികം സീറ്റ് നേടിയ BJP അവരുടെ മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 3 പ്രാവശ്യമായി വിജയിച്ചുകൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ നേതാവായ ദീദിയും വല്ലാത്ത തരത്തിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങിയത്. എന്തായാലും പശ്ചിമ ബംഗാളിൻ്റെ തെരുവുകളിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർക്കും MLA-മാർക്കും അതുമാത്രവുമല്ല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഒന്നും തന്നെ തെരുവിലിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-ആയ അഭിഷേക് ബാനർജിയും കല്യാണിയുമൊക്കെ ജനക്കൂട്ടം തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്നൊരു കാഴ്ച കണ്ടതാണ്. ഇത് മർദ്ദിക്കുന്നത് BJP-കാരാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരോപണം. അതേസമയം BJP തള്ളിക്കളയുന്നു. BJP പറയുന്നത് ഭരണപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച നാട്ടുകാരാണ് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് നേരെ തിരിയുന്നത് എന്നാണ് BJP പറയുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് തെരുവിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അഭിഷേക് ബാനർജിയെ നടു റോഡിൽ വെച്ച് ജനക്കൂട്ടം ചീമുട്ടയെറിഞ്ഞു. മാത്രവുമല്ല തലയിലും ദേഹത്തുമൊക്കെ വല്ലാതെ മർദ്ദിച്ചു. അവസാനം ഹെൽമറ്റ് വെച്ചാണ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും അഭിഷേക് ബാനർജി രക്ഷപ്പെട്ടത്. ഇന്ന് വരെ ഇന്ത്യയിൽ കാണാത്ത ഒരു രാഷ്ട്രീയ രീതി, ഒരു പകരം ചോദിക്കൽ, ഇത് ഒരു രാഷ്ട്രീയത്തിലും കാണാത്തതാണ്. പരാജയപ്പെട്ട പാർട്ടി പിന്നീട് അവരവരുടെ പ്രവർത്തനങ്ങളുമായി മാറിക്കഴിയുമ്പോഴേക്കും വിജയിക്കുന്ന പാർട്ടി ഭരണപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന പതിവാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ബംഗാളിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. പരാജയപ്പെട്ടവരെ ആരൊക്കെയോ പിന്തുടർന്ന് മർദ്ദിക്കുന്നു. ആക്രമിക്കാൻ വരുന്നവരെ തടഞ്ഞു നിർത്താൻ പോലും കഴിയാത്ത തരത്തിൽ വല്ലാതെ ക്ഷീണിതരാവുകയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്ന് വരെ തൃണമൂൽ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല, പശ്ചിമ ബംഗാൾ കണ്ടിട്ടുമില്ല. എന്തായാലും വലിയ തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് പശ്ചിമ ബംഗാളിൽ. BJP ആകട്ടെ കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ അടുത്ത ലക്ഷ്യം പരമാവധി MP-മാരെ ഒപ്പം ചേർക്കുക എന്നുള്ളതാണ്. ഏകദേശം 30ഓളം MP-മാരെ തൃണമൂൽ കോൺഗ്രസ്സിനുണ്ട്. അതിൽ 20 പേരെയെങ്കിലും ഒപ്പം നിർത്താനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അത് എത്ര കണ്ട് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ തന്നെയും ചില പ്രമുഖരുമായിട്ടൊക്കെ അവർ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ചില ആളുകൾ ഇപ്പോൾ BJP-യുടെ ചേരിക്കൊപ്പം ചേർന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് BJP-യുടെ പിന്തുണയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJP-യുടെ പിന്തുണയില്ലാത്ത ആളുകൾക്കാണ് ഇത്തരത്തിൽ ഗ്രാമങ്ങളിലും തെരുവീതികളിലുമൊക്കെ വേട്ടയാടലുകൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഒരു പറച്ചിലുണ്ട്. ഒരുപക്ഷെ ശരിയാകാം. BJP പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്, നാട്ടുകാരാണ് അവരുടെ MP-മാരെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാരെ ആക്രമിക്കുന്നതെന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് തിരിച്ചു പറയുന്നു BJP-യുടെ ആളുകളാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും മർദ്ദിക്കുന്നതെന്ന്. എന്തായാലും ഓരോ ദിവസവും ചൂടുള്ള വാർത്തകളായി പുറത്തു വരികയാണ് ജനപ്രതിനിധികൾക്ക് ഏൽക്കുന്ന മർദ്ദനത്തിൻ്റെ കഥകൾ. എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമ ബംഗാളിനൊരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നാണ് പലപ്പോഴും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ ഉയർന്നു വന്നിട്ടുള്ളത്. അവിടെ കമ്മ്യൂണിസം ഉണ്ടായിരുന്ന നാട്ടിലാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ചോദിക്കാൻ ആരുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും ജനക്കൂട്ടം ഇങ്ങനെ മർദ്ദിക്കുന്നതിന് പിന്നിൽ വെറും ജനക്കൂട്ടമായിരിക്കത്തില്ല, അതിനു പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ രാഷ്ട്രീയം ആരുടേതാണ് എന്നാണ് എല്ലാവരും നോക്കുന്നത്, എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. ഒരു പക്ഷേ BJP-യുടെ പിന്തുണയുണ്ടോ, അതിനും അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഛിദ്രശക്തികളുടെ പിന്തുണയോടുകൂടിയാണോ ഇങ്ങനെ ജനപ്രതിനിധികളെ മർദ്ദിക്കുന്നതെന്നാണ് എല്ലാവരും വീക്ഷിച്ചു വരുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ
വല്ലാത്ത ഒരു അന്തരീക്ഷമാണിപ്പോൾ. ഒരു സ്ഥലത്ത് BJP പരമാവധി ജനപ്രതിനിധികളെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു. മറ്റൊരു സ്ഥലത്ത് ജനപ്രതിനിധികൾക്ക് തെരുവിൽ തല്ലേൽക്കുന്ന സംഭവങ്ങൾ. ഇതിനെല്ലാം ഉപരിയായി ഒരിക്കൽ പശ്ചിമ ബംഗാൾ വിട്ടുപോയിരുന്ന വൻകിട കമ്പനികളെ തിരിച്ചു കൊണ്ടുവരാൻ BJP അവരുടെ നീക്കം തുടങ്ങിയിരിക്കുന്നു. സിംഗരൂരിലേക്ക് ടാറ്റയെ മടക്കി വിളിക്കാനുള്ള നീക്കം അവരാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വ്യാവസായിക വിപ്ലവത്തിന് വേണ്ടി ഒരു തരത്തിൽ BJP ശ്രമിക്കുമ്പോൾ തെരുവുകളിൽ ജനപ്രതിനിധികൾ മർദ്ദനത്തിന് വിധേയരാവുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. എന്തായാലും മമതാ ബാനർജി ഇടയ്ക്കൊക്കെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്, അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് തുടരുമോ, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം വല്ലാതെ കുഴഞ്ഞു മറിയുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ.